ചേട്ടാ, ഇനി നമ്മുടെ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിലുള്ള ഛായാചിത്രമേളയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? കേരള സാഹിത്യ അക്കാദമി എഴുത്തുകാരനോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരതയാണ് ഈ ഛായാചിത്രമേള എന്ന് പറയുന്നത്. കാരണം ഈ സാഹിത്യത്തിന് വേണ്ടി നിലകൊണ്ട് ഒരുപാട് സാഹിത്യ സൃഷ്ടികൾ മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള സാഹിത്യകാരന്മാരുടെ മൺമറഞ്ഞു പോയ സാഹിത്യകാരന്മാരുടെ ഛായാചിത്രങ്ങൾ സൂക്ഷിക്കുകയും പവിത്രമായിട്ട് സൂക്ഷിക്കുകയും അവ വരും തലമുറയ്ക്ക് അത് കാണാൻ വേണ്ടി അവരുടെ ബയോഗ്രാഫിക്കലായിട്ടുള്ള ഒരു എന്താ പറയുക മ്യൂസിയം കൂടിയിട്ടാണത്. ഈ ഛായാചിത്രമേള ഉണ്ടാക്കി എന്നല്ലാതെ അതിനുവേണ്ടി നിരവധി ആർട്ടിസ്റ്റുകൾ അവർ ഈ പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെയും അതുപോലെ തന്നെ പി പത്മരാജനെയും എന്നിവ കേരളത്തിൽ മരിച്ചു പോയിട്ടുള്ള എല്ലാ സാഹിത്യകാരന്മാരുടെയും ചിത്രങ്ങൾ വരപ്പിക്കുകയും ആ വരച്ച പെയിൻറ്റിങ്ങുകളൊക്കെ തന്നെ ഈ പറഞ്ഞ സാഹിത്യകാരന്മാരുടെ ശരിക്കും പറഞ്ഞൊരു ഖബറിടം ആക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഛായാചിത്രമേള. ശരിക്കും പറഞ്ഞ സാഹിത്യകാരന്മാരോടും സംസ്കാരത്തോടുള്ളൊരു വെല്ലുവിളി അത് സാഹിത്യ അക്കാദമി അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു പ്രബുദ്ധതയില്ല എന്ന് ഇവിടെ പറയുന്ന നോമിനേറ്റ് ചെയ്യപ്പെടുന്ന മെമ്പർമാർ അങ്ങനെ ധരിക്കുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ. ശരിക്കും ഒരു സാഹിത്യകാരന്മാരോടുള്ള ഏറ്റവും വലിയ അവഗണനയാണ് ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇവരുടെ. അതിനുള്ളിൽ ചവറുകൾ പോലെ പ്രിന്റ് ചെയ്തിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി പ്രിന്റ് ചെയ്ത അനവധി പുസ്തകങ്ങൾ സൂക്ഷിച്ച് പൊടിപിടിച്ച് അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോലും പ്രിന്റിംഗ് പേപ്പർ അടക്കം സൂക്ഷിക്കുന്ന ഒരു ഇടമായിട്ട് അത് മാറ്റിയിരിക്കുകയാണ്. അത് സാഹിത്യകാരന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരും തലമുറയ്ക്ക് വേണ്ടി കരുതലായിട്ട് നമുക്ക് അവരെ കാണിക്കാനുള്ള ഒരു ചിത്രങ്ങളാണ് അതൊക്കെ. ഇന്നുവരെ അത് കാണാനുള്ള ഒരു ഭാഗ്യം മലയാളിക്ക് ഉണ്ടായിട്ടില്ല. വെറുതെ കോടികൾ തുലച്ച് എന്താ പറയുക ഒരു സ്ഥാപനം ഉണ്ടാക്കി എന്താ പറയുക മൊത്തം മലയാളിക്ക് മുകളിലേക്ക് എന്താ പറയുക ഈ ചവറ് വാരിയിടുന്ന പോലെ ഒരു തോന്നിവാസമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഈ തോന്നിവാസത്തിനെതിരെ എല്ലാ സാഹിത്യകാരന്മാരും പ്രതികരിക്കേണ്ടതാണ്. അവരുടെ സൃഷ്ടികളോടും ഈ അക്കാദമിയുടെ നിലപാട് ഇത് തന്നെയാണോ എന്നുള്ള അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. താങ്ക് യു.